അപ്പോൾ ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. എന്തായാലും കേക്ക് ഞാൻ പുറത്തൊന്നും മേടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ തന്നെ ഒരെണ്ണം പ്രിപ്പയർ ചെയ്തു. അപ്പം ഞാൻ ഉണ്ടാക്കിയ എൻ്റെ കേക്ക് മുറിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ് ആണ് കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നോക്കി, നല്ല അടിപൊളി കേക്കല്ലേ എന്ന്. അങ്ങനെ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ ഞാൻ 3 ദിവസം എടുത്തു കേട്ടോ. വേറെ ഒന്നും കൊണ്ടുമല്ല, ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2 ദിവസം മുന്നേ ഞാൻ സ്പഞ്ച് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ക്രം കോട്ട് ചെയ്ത് വെച്ചത്. അതിനുശേഷം ബർത്ത്ഡേയുടെ അന്നാണ് കേട്ടോ രാവിലെ എടുത്ത് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ പൈപ്പിംഗ് ബാഗ് പൊട്ടുന്നത്. ഇത് ഞാൻ ഒരുപാട് വീഡിയോസിൽ സത്യം പറഞ്ഞാൽ കണ്ടിട്ടുണ്ട്, നമ്മുടെ ബേക്കേഴ്സിന് പറ്റുന്നതാണെന്നും പറഞ്ഞ്. പക്ഷേ എനിക്കിങ്ങനെ ഒരു പണി കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. പിന്നെ ആ ഒരു ഭാഗത്തെ ക്രീമുകളും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി പിന്നെ നമ്മൾ ബാക്കിയുള്ള ഡിസൈനൊക്കെ ചെയ്തു കേട്ടോ. UK വരുന്ന സമയത്ത് കേക്കിൻ്റെ ABCD അറിയില്ലാത്ത എനിക്ക് കോൺഫിഡൻസ് തന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവനിയാണ് കേട്ടോ. അവളുടെ പേജ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം. അവളൊരു ഹോം ബേക്കറാണ്. അപ്പോൾ അതേ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ. ഹസ്ബൻഡ് ആഡ് എന്നുള്ളൊരു തീമായിരുന്നു ഞാൻ ചൂസ് ചെയ്തത്. അങ്ങനെ നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേന് കേക്കൊക്കെ മുറിച്ചു. കഴിച്ചവരെല്ലാം നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത്, എൻ്റെ കെട്ടിയവൻ ഉൾപ്പെടെ. അപ്പോൾ ഒരു സ്പെഷ്യൽ താങ്ക്സ് ടു അവനി, ബിക്കോസ് അവളാണ് എനിക്ക് ഒരു ബേസിക് സാധനങ്ങൾ പോലും കേക്കിനെ പറ്റിയുള്ളത് പറഞ്ഞു തന്നത്. ഏത് പാതിരാത്രി വിളിച്ചാലും എൻ്റെ ഡൗട്ട്സ് എല്ലാം അവൾ ക്ലിയർ ചെയ്ത് തരാറുണ്ട്. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. അത്ര വലിയ പരിപാടിയൊന്നും ആയിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഒരുപാട് പേരെ ഒന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ തൊട്ടടുത്തുള്ള ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.